Okay. So, last class we discussed the differentiator. Okay. So, a high pass RC circuit can act as a differentiator. Okay. Under these conditions. If the time constant RC of the circuit is much smaller than the time period of input signal, that's RC very less than T, and the value of XC, that is capacitive reactance, should not be smaller than 10 times R, or we can say XC greater than or equal to 10 R. Under these conditions, an RC high pass circuit can act as a differentiator. So, differentiator എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? The output signal will be derivative of input. Okay. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ ഇന്നലെ ഡിറൈവ് ചെയ്തിട്ടുണ്ട് അല്ലേ? അത് ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? That is, output is proportional to input. കിട്ടിയത് ഓക്കെ അല്ലേ? അനാലിസിസ് ഓക്കെ അല്ലേ? Okay. So, next is criteria for good differentiation. So, നമ്മൾ രണ്ട് കണ്ടീഷൻസ് പറഞ്ഞു ഡിഫറൻഷിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യേണ്ടത്. ദെൻ അതിന്റെ ഒരു അനാലിസിസ്, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട്. ഓക്കെ, ആ ഒരു കണ്ടീഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് ക്രൈറ്റീരിയൻ ഫോർ ഗുഡ് ഡിഫറൻസിയേഷൻ. സോ നിങ്ങൾക്കൊരു ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ, ഓക്കെ, അപ്പൊ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഡിഫറൻസിയേഷൻ നടക്കുന്ന രീതിയിൽ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിൻ്റെ ഉള്ള ഏത് ക്രൈറ്റീരിയ വെച്ചിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് വി ആർ ഡീലിംഗ് വിത്ത് ക്രൈറ്റീരിയൻ ഫോർ ഗുഡ് ഡിഫറൻസിയേഷൻ. അപ്പൊ നമുക്ക് ആർ സിന്റെ വാല്യൂസ് ഒക്കെ ഏത് രീതിയിൽ ഡിസൈൻ ചെയ്താൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് ഒബ്റ്റെയിൻ ചെയ്യാം. So that is the criterion for good differentiation. So we can derive that one. When a sinusoidal signal is passed through a high pass RC circuit, the signal is phase shifted by an angle theta. Okay, given by, എന്തായിരുന്നു എക്സ്പ്രഷൻ ഓർക്കുന്നുണ്ടോ? RC high pass circuit, if we are passing a sinusoidal signal, then output is phase shifted by an angle theta equal to എന്തായിരുന്നു? എന്തായിരുന്നു? ആർ സി ഹൈപ്പാസ് സർക്യൂട്ടിൽ ഒരു സൈനസോയിഡൽ സിഗ്നൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഷേപ്പ് റീറ്റെയിൻ ചെയ്യും. ദർ വിൽ ബി ചേഞ്ച് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ്. ഓക്കെ, ദാറ്റ് ഫേസ് ഷിഫ്റ്റ് ഈസ് ഗിവൺ ബൈ theta is equal to കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ്. ഒരു സൈനസോയിഡൽ സിഗ്നൽ ആർ സി സർക്യൂട്ടിലൂടെ പാസ് ചെയ്തു. അതിന് നമ്മൾ മാഗ്നിറ്റ്യൂഡ്, ഫേസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തില്ലേ? അതിൽ തീറ്റ ഈക്വൽ ടു എന്തായിരുന്നു? tan inverse f1 by f. F. Okay, good. Tan inverse f1 by f. Okay, that was our value for theta. Okay, now here f1 is equal to എന്താണ്? Our cutoff frequency 1 by 2 pi RC അല്ലേ? Where f1 is equal to 1 by 2 pi RC, or we can say okay, f1 is equal to 1 by 2 pi RC. Now, or we can write theta is equal to tan inverse of 1 by 2 pi f into RC അല്ലേ? f1ന് 1 by 2 pi RC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we can write as 1 by tan inverse of 1 by 2 pi FRC, or it is equal to tan inverse of 1 by omega RC അല്ലേ? കാരണം എന്താ? 2 pi f equal to omega. So, tan inverse of 1 by omega RC. Right? എഴുതാലോ?
തീറ്റനെ നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ബൈ ഒമേഗ ആർ സി എഴുതാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്രൈറ്റീരിയൻ ഫോർ ഗുഡ് ഡിഫറൻസിയേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ക്രൈറ്റീരിയൻ ഫോർ ഗുഡ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസിൽ ഒരു സൈനസോയിഡൽ സിഗ്നല് ഞാൻ ഇൻപുട്ട് ആയിട്ട് അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു ഡിഫറൻഷിയേറ്ററിന്റെ ആർ സി സർക്യൂട്ട് ആണ്, ഡിഫറൻഷിയേറ്റർ ആണ്. ഇൻപുട്ടിൽ ഞാൻ സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞൊരു സിഗ്നൽ കൊടുത്തു. ഓക്കെ, ഇത് പ്രോപ്പറായിട്ട് ഗുഡ് ഡിഫറൻഷിയേറ്റർ ആണെങ്കിൽ വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്? എന്താ സൈൻ ഒമേഗ ടിന്റെ ഡെറിവേറ്റീവ് എന്താ? സൈൻ ഒമേഗ ടിന്റെ ഡെറിവേറ്റീവ് എന്താണ്? സൈൻ ഒമേഗ ടിന്റെ ഡെറിവേറ്റീവ് എന്താ? എന്താ ഷാരോണെ സൈൻ ഒമേഗ ടിന്റെ ഡെറിവേറ്റീവ്? ഷാരോൺ, സൈൻ ഒമേഗ ടിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് ഒമേഗ ടി അല്ലേ? സോ ഒരു പെർഫെക്റ്റ് ഡിഫറൻഷിയേറ്റർ ആണെങ്കിൽ ഇൻപുട്ടിൽ ഞാനൊരു സൈനസോയിഡൽ സിഗ്നൽ കൊടുത്താൽ, ദാറ്റ് ഈസ് സൈൻ ഒമേഗ ടി ഇൻപുട്ട് ആണെങ്കിൽ മൈ ഔട്ട്പുട്ട് ഷുഡ് ബി കോസ് ഒമേഗ ടി ആണല്ലോ. അതൊരു പെർഫെക്റ്റ് ഡിഫറൻസിയേഷൻ ആണ്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിഫറൻസിയേഷന്റെ ക്രൈറ്റീരിയ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷനിൽ, അതായത് വി ഔട്ടിന്റെ എക്സ്പ്രഷൻ വെൻ സൈൻ ഒമേഗ ടി, നിങ്ങളൊരു സൈൻ ഒമേഗ ടി സിഗ്നൽ കൊടുത്തപ്പോൾ സൈനസോയിഡൽ റെസ്പോൺസ് എന്തായിരുന്നു? ഇക്വേഷൻ എന്തായിരുന്നു? എ ഇൻറ്റു ബി എം ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ അല്ലെ? സൈനസോയിഡൽ സിഗ്നൽ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ എക്സ്പ്രഷൻ ഇതായിരുന്നു. ഔട്ട്പുട്ട് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എ ഇൻറ്റു ബി എം ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റയാണ്. സോ നമ്മൾ ഈ ഒരു പാർട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ എന്ത് കിട്ടണം എന്നാ പറഞ്ഞത്? ഇറ്റ് ഷുഡ് ബി കോസ് ഒമേഗ ടി അല്ലെ? സൈൻ ഒമേഗ ടി ആണ് ഇൻപുട്ട് ആയിട്ട് കൊടുത്തത്. സോ ഔട്ട്പുട്ട് എന്തായിരിക്കണം? ഔട്ട്പുട്ട് ഷുഡ് ബി കോസ് ഒമേഗ ടി. ഇനി ഈ ഒരു കേസിൽ കോസ് ഒമേഗ ടി കിട്ടണമെങ്കിൽ, സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ എന്നുള്ളത് കോസ് ഒമേഗ ടി കിട്ടണമെങ്കിൽ തീറ്റന്റെ വാല്യൂ എന്തായിരിക്കണം? സൈൻ ഓഫ് ഏത് ആംഗിൾ പ്ലസ് ഒമേഗ ടി ആണ് കോസ് ഒമേഗ ടി കിട്ടുക? സൈൻ 90 പ്ലസ് എ എന്താണ്? ഓർക്കുന്നുണ്ടോ ട്രിഗണോമെട്രിക് റിലേഷൻ? ഇനി ഓർക്കുന്നില്ലെങ്കിൽ പോട്ടെ, സൈൻ ഒന്നും കൂടെ എടുത്ത് നോക്കിയാൽ മതി. സൈൻ 90 പ്ലസ് എ ഇസ് ഈക്വൽ ടു എന്താണ്? ഇറ്റ് ഈസ് കോസ് എ ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് ഈ ഒരു ആംഗിൾ, ഇത് സൈനസോയിഡൽ സിഗ്നൽ ഇൻപുട്ട് ആയിട്ട് അപ്ലൈ ചെയ്ത് ഒരു കൊസൈൻ വേവ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ദിസ് തീറ്റ ഷുഡ് ബി ഈക്വൽ ടു എന്തായിരിക്കണം? 90 ഡിഗ്രി. ഓക്കെ, അത് നമ്മൾ പറയുന്നത് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ്. സൈൻ ഒമേഗ ടി കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഒമേഗ ടിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് ഒമേഗ ടി ആണല്ലേ? സോ ഇഫ് ഐ ആം അപ്ലൈയിങ് എ സൈനസോയിഡൽ സിഗ്നൽ സൈൻ ഒമേഗ ടി ടു ദ ഇൻപുട്ട് ഓഫ് എ ഡിഫറൻഷിയേറ്റർ, ഔട്ട്പുട്ട് ഷുഡ് ബി കോസ് ഒമേഗ ടി. ഓക്കെ, ഇനി സൈനസോയിഡൽ സിഗ്നൽ കൊടുത്താൽ കിട്ടുന്ന എക്സ്പ്രഷൻ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ ഫ്രം ദാറ്റ് ഇക്വേഷൻ ഐ ക്യാൻ സേ ദിസ് വാല്യൂ സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ, ഇറ്റ് ഷുഡ് ബി ഇക്വാലന്റ് ടു കോസ് ഒമേഗ ടി. ഓക്കെ, അപ്പൊ ഇത് കോസ് ഒമേഗ ടി ആവണമെങ്കിൽ ദിസ് തീറ്റ ഷുഡ് ബി ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ തീറ്റ 90 ആണെങ്കിൽ എന്താണ്? സൈൻ ഒമേഗ ടി പ്ലസ്, ഇഫ് ഇറ്റ് ഈസ് 90, സൈൻ ഒമേഗ ടി പ്ലസ് 90 will become equal to cos omega t. ഓക്കെ, ക്ലിയർ അല്ലേ ഈ പറഞ്ഞ കണ്ടീഷൻ? ക്ലിയർ ആണോ? സോ നമുക്കിപ്പോ കിട്ടിയ കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ അവർ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ബൈ ഒമേഗ ആർ സി ആണെന്ന് പറഞ്ഞു അല്ലെ? സോ ദിസ് ഷുഡ് ബി ഈക്വൽ ടു 90 ഡിഗ്രി അല്ലെ? ആ തീറ്റ എന്ന് പറഞ്ഞ ഫേസ് ഷിഫ്റ്റ്
90 ഡിഗ്രി ആയിരിക്കണം ഫോർ പെർഫെക്റ്റ് ഡിഫറൻസിയേഷൻ. ഓക്കെ, പ്രോപ്പർ ആയിട്ട് ഡിഫറൻസിയേഷൻ നടക്കണമെങ്കിൽ എന്തായിരിക്കണം? തീറ്റ ഷുഡ് ബി ഈക്വൽ ടു 90 ഡിഗ്രി. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ബൈ ഒമേഗ ആർ സി ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി ഈ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ബൈ ഒമേഗ ആർ സി ഈക്വൽ ടു 90 ഡിഗ്രി കിട്ടണം. ടാൻ 90, അതായത് ഇവിടെ തീറ്റയ്ക്ക് ഏത് വാല്യൂ വന്നാലാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? ദാറ്റ് ഈസ് 1 ബൈ ഒമേഗ ആർ സി എന്തായിരിക്കണം? എപ്പോഴാണ് ടാനിൻ്റെത് 90 ആവുന്നത്? ഓർ ടാൻ 90 എന്താ? ടാൻ 90ന്റെ വാല്യൂ എത്രയാ? ടാൻ 90ന്റെ വാല്യൂ എത്രയാ? ഇൻഫിനിറ്റി. ഓക്കെ, സോ ടാൻ 90 ഇൻഫിനിറ്റി ആണ്. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ബൈ ഒമേഗ ആർ സി 90 എന്നുള്ള കണ്ടീഷൻ കിട്ടണമെങ്കിൽ എന്താണ്? 1 ബൈ ഒമേഗ ആർ സി ഷുഡ് ബി ഈക്വൽ ടു ഇൻഫിനിറ്റി അല്ലേ? അപ്പോഴാണ് നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കിട്ടുക. ഇനി ഈ 1 ബൈ ഒമേഗ ആർ സി ഇൻഫിനിറ്റി ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? 1 ബൈ ഒമേഗ ആർ സി ഇൻഫിനിറ്റി ആണെങ്കിൽ ദിസ് ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് ഒമേഗ ആർ സി ഷുഡ് ബി ഈക്വൽ ടു 0 അല്ലെ? 1 ബൈ 0 വരുമ്പോഴാണ് ഇൻഫിനിറ്റി കിട്ടുക. സോ ഒമേഗ ആർ സി ഷുഡ് ബി 0. ഒമേഗ ആർ സി 0 എന്ന് പറയുമ്പോൾ ഒമേഗ ഒരിക്കലും 0 ആവില്ല, ബിക്കോസ് നമ്മൾ ഇൻപുട്ടിൽ ഒരു സൈനസോയിഡൽ സിഗ്നലാണ് കൊടുക്കുന്നത്. ദാറ്റ് ഷുഡ് ബി ഹാവിംഗ് എ ഡെഫിനറ്റ് ഫ്രീക്വൻസി. സോ നമുക്ക് എന്തായിരിക്കണം? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എയ്തർ ആർ ഈക്വൽ ടു 0 ഓർ സി ഈക്വൽ ടു 0 അല്ലെ? Or resistance value or capacitance value, or we can say that product R into C should be equal to 0 to satisfy this condition, but which is practically impossible അല്ലേ? നമ്മുടെ ഒരു ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ആറും സി ഉള്ളതാണല്ലേ? അവിടെ റെസിസ്റ്റൻസ് 0, കപ്പാസിറ്റർ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തല്ല? അവിടെ ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് ഇല്ല. ഓക്കെ, സോ but in order to satisfy this condition, either R equal to 0 or C equal to 0 or the product RC should be equal to 0, which is practically impossible. Okay, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടെ ആലോചിച്ച് നോക്കുക. തീറ്റ നമ്മുടെ ഒരു സൈനസോയിഡൽ സിഗ്നൽ ആർ സി സർക്യൂട്ടിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ that phase shift is given by tan inverse of 1 by omega RC. For perfect differentiation, if you are applying a sinusoidal signal, output should be cos അല്ലെ? sin omega t കൊടുത്ത cos omega t കിട്ടണം. For that, this phase shift should be 90 degree അല്ലെ? നിങ്ങളൊന്ന് ഓർത്താൽ മതി, സൈൻ വേവും കോസ് വേവും തമ്മിലുള്ള ഫേസ് ഷിഫ്റ്റ് എത്രയാണ്? 90 ഡിഗ്രി ആണ്. അപ്പൊ സൈൻ കൊടുത്ത കോസ് കിട്ടണമെങ്കിൽ ആ ഫേസ് ഷിഫ്റ്റ് എത്രയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി 90 ഡിഗ്രി. സോ ഇൻ ഓർഡർ ടു ഗെറ്റ് ദിസ് വാല്യൂ tan inverse of 1 by omega RC equal to 90 degree, 1 by omega RC should be infinity. For that, denominator എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ ഡിനോമിനേറ്റർ 0 ആവുന്നതാണ്, ഒമേഗ 0 ആവാൻ പറ്റൂല. So either R or C or RC should be equal to 0, but which is also practically impossible. അപ്പൊ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, if this term that is ഡിനോമിനേറ്ററിലെ വാല്യൂ 0 അല്ലാതെ ഒരു സ്മോൾ വാല്യൂ വരുവാണെങ്കിൽ അല്ലെ? ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഇഫ് ഇത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി പറയണം. ഇഫ് ഒമേഗ ആർ സി ഈക്വൽ ടു 0.01, അതായത് ഒരു ചെറിയൊരു വാല്യൂ എടുക്കുകയാണ്. 0 ആവാൻ പറ്റൂല എന്തായാലും. അപ്പൊ നമ്മൾ ഫ്രാക്ഷൻ ഓഫ് വാല്യൂ എടുക്കുകയാണ്. ഇഫ് ഒമേഗ ആർ സി ഈക്വൽ ടു 0.01, then 1 by omega RC equal to എത്രയായിരിക്കും? That is 1 by 0.01, it is equal to 100 അല്ലേ? In that case, what will be the value of theta? That is tan inverse of 100. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കി എത്രയാണെന്ന്. എത്ര കിട്ടുന്നത്? 89.4 കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, സോ ഇറ്റ് ഈസ് 89.42 ഈ റേഞ്ചിലൊരു വാല്യൂ കിട്ടും. അപ്പൊ ഇതെന്താണ്? നിയർലി
നമുക്ക് അപ്രോക്സിമേറ്റ്ലി എന്താണ് 90 ഡിഗ്രീന്റെ നിയർ ആയിട്ടുള്ള ഒരു വാല്യൂ അല്ല 89.42 വന്നു. ഓക്കെ, ഇനി ഈ ആർ സിന്റെ വാല്യൂ ഞാൻ ഇനിയും റെഡ്യൂസ് ചെയ്യണമെങ്കിൽ 0.001 അങ്ങനെ ആക്കുവാണെങ്കിൽ എന്താവും, ഇതൊന്നുകൂടെ ഇറ്റ് വിൽ ബിക്കം ക്ലോസർ ടു 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു വാല്യൂ എന്താണ് അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ആക്സെപ്റ്റബിൾ വാല്യൂ. (89.42). അപ്പൊ ആർ സി 0 ആവണമെന്നില്ല, 0 ആണെങ്കിൽ നമുക്ക് എക്സാക്ട്ലി 90 ഡിഗ്രി എന്ന് പറയാം. ബട്ട് ഇഫ് യു ആർ കൺസിഡറിങ് ദ പ്രൊഡക്റ്റ് ഒമേഗ ആർ സി ഈക്വൽ ടു ആർ ഇൻറ്റു സി മാത്രമല്ല ഡിനോമിനേറ്ററിലെ പ്രൊഡക്റ്റ് ഒമേഗ ഇൻറ്റു ആർ സി equal to 0.01, then we can get theta is equal to 89.42, which is closer to 90 degree and it is practically acceptable. സോ ഇതാണ് നമ്മൾ പ്രാക്ടിക്കലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിട്ട് എടുക്കുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഒമേഗ ആർ സി ഇതിനെക്കാട്ടും കൂടിക്കഴിഞ്ഞാൽ അക്യുറസി കുറയും. ഒമേഗ ആർ സി വീണ്ടും ലെസ് ആവുകയാണെങ്കിൽ 0.01നെക്കാട്ടിയും കുറേയും കൂടെ ചെറുതാവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് കുറച്ചും കൂടെ ക്ലോസ്ഡ് ആവും. നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നെക്സ്റ്റ് ഒരു 1/0.001 എടുത്തു, അപ്പൊ 1000 കിട്ടും. ഇനി tan ഇൻവേഴ്സ് ഓഫ് 1000 എടുക്കുവാണെങ്കിൽ 89.9, അപ്പൊ കുറേയും കൂടെ 90ന്റെ ക്ലോസർ ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു റേഞ്ച് ആണ് ഈ ഒരു വാല്യൂ 0.01 എന്ന് പറയുന്നത്. ഓക്കെ, സോ we can say the condition for good differentiation. Condition for good differentiation is 1 by omega RC equal to 100. Okay, or from this, ഇതല്ലേ നമ്മളിപ്പോ പറഞ്ഞ കണ്ടീഷൻ. ഓർ ഞാൻ നേരത്തെ പറഞ്ഞു ഒമേഗ ആർ സി എന്താ ഈ കേസിൽ ഒമേഗ ആർ സി ഈക്വൽ ടു 0.01 ആണ്. ഓക്കെ, നൗ ഈ കണ്ടീഷൻ ഞാൻ പറഞ്ഞു, ഇത് ഒമേഗ ആർ സി എന്ന് പറഞ്ഞത് ഒന്നുകിൽ ഈക്വൽ ടു 0.01 ആവാം, അല്ലെങ്കിൽ ഇനിയും ലെസ് ആയാൽ കുഴപ്പമില്ല. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, കുറച്ചും കൂടെ നമ്മൾ പ്രിസൈസ് ആയിട്ട് പറയുവാണെങ്കിൽ ഒമേഗ ആർ സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.01. ഓക്കെ, കാരണം ഇനിയും ലെസ് ആവുകയാണെങ്കിൽ 0.001 ആവുകയാണെങ്കിൽ കുറേം കൂടെ അക്യുറസി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇതൊരു ലിമിറ്റിംഗ് വാല്യൂ ആയിട്ട് നമുക്ക് പറയാം, ഇതിനെക്കാട്ടിയും കൂടാൻ പാടില്ല. ഓക്കെ, സോ for good differentiation omega RC should be less than or equal to 0.01. Okay, or I can write it as RC less than or equal to 0.01 divided by omega. Okay, or RC less than or equal to 0.01 divided by omega equal to 2 pi f. അല്ലേ, ഒമേഗ ഈക്വൽ ടു 2 pi f. ഈ റിലേഷൻ ഒന്ന് ഓർത്തോ, ഒമേഗ ഈക്വൽ ടു 2 pi f. ഓക്കെ, ഓർ ഐ ക്യാൻ റൈറ്റ് എഫ് ഇസ് ഈക്വൽ ടു 1/t. അല്ലേ, ഫ്രീക്വൻസി ഈക്വൽ ടു 1 ടൈം പീരീഡ് ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ഒമേഗ ആസ് 2 pi/t. ഓക്കെ, ഒമേഗനെ ഇതുപോലും എഴുതാം. സോ ആർ സി ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു 0.01. ഇതെന്താ 1/f-ന് ഐ എം റൈറ്റിംഗ് ആസ് t. ഓക്കെ, ഇവിടെ 1/f ഉണ്ട്, ഇറ്റ് ഈസ് ഐ എം ടേക്കിംഗ് ആസ് t ഡിവൈഡഡ് ബൈ 2 pi. ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയേ, 0.01 ഡിവൈഡഡ് ബൈ 2 pi എന്താ കിട്ടുന്നത്? ചെയ്ത് നോക്ക്, ഇറ്റ് വിൽ ബി 0.0016t. Okay, so this is the condition for good differentiation. Okay, this is the condition for good differentiation. RC should be less than or equal to 0.0016t, where t is the time period of input signal. Time period എല്ലാവർക്കും അറിയാലോ. So t is the time period of input signal. So condition for good differentiation is RC less than or equal to 0.0016t. Okay, so നമ്മളൊരു ഡിഫറൻഷിയേറ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ, ഡിസൈൻ ഇക്വേഷൻ for constructing a differentiator. It is
ഇതിന്റെ ലിമിറ്റിംഗ് കണ്ടീഷനാണ് നമ്മൾ എടുക്കുന്നത് സാധാരണ RC ഈക്വൽ ടു 0.0016t. അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡിഫറൻഷിയേറ്റർ ഡിസൈൻ ചെയ്യാം. ഓക്കെ, നമുക്ക് ഡിസൈൻ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ചെയ്യാം. അതായത് നമുക്കൊരു പെർട്ടിക്കുലർ ടൈം പീരീഡിലുള്ള സിഗ്നലും ഉണ്ട്, പിന്നെ RC വാല്യൂ ആണ്. ഞാൻ ഇന്നലെ ഫിൽട്ടർ ഡിസൈനിന്റെ കേസിൽ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു വാല്യൂ അസ്യൂം ചെയ്തിട്ട് മറ്റേത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, പ്രോബ്ലം നമുക്ക് ഡിഫറൻഷിയേറ്ററിന്റെ കംപ്ലീറ്റ് അനാലിസിസ് കഴിഞ്ഞിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഡിഫറൻഷിയേറ്റർ ഒന്ന് സിംപ്ലി നമ്മുടെ ഹൈ പാസ് RC സർക്യൂട്ട് ദാറ്റ് ആക്ട് ആസ് എ ഡിഫറൻഷിയേറ്റർ ആൻഡ് അണ്ടർ ദാറ്റ് ടു കണ്ടീഷൻസ്, അത് ഓർക്കുക. ആ രണ്ട് കണ്ടീഷനിൽ ഒരു RC സർക്യൂട്ട് എന്ത് ചെയ്യും, ഇറ്റ് വിൽ ആക്ട് ആസ് എ ഡിഫറൻഷിയേറ്റർ. ദാറ്റ് ഇസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പ്രപ്പോർഷണൽ ടു ഡെറിവേറ്റീവ് ഓഫ് ഇൻപുട്ട്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞത് കണ്ടീഷൻ ഫോർ ഗുഡ് ഡിഫറൻസിയേഷൻ. അതിനുള്ള അത് നമ്മളൊരു സൈൻ ഒമേഗ ടി കൊടുത്താൽ ഔട്ട്പുട്ടിൽ കോസ് ഒമേഗ ടി ഡെറിവേറ്റീവ് കിട്ടണം എന്നുള്ള ഒരു അസംഷനിലാണ് എന്ത് ചെയ്തത്, കണ്ടീഷൻ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ കണ്ടീഷൻ ഫോർ ഗുഡ് ഡിഫറൻസിയേഷൻ ഇസ് RC ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.0016t. ഓക്കെ, സോ ഒരു ഡിഫറൻഷിയേറ്റർ ഡിസൈൻ ചെയ്യാൻ വി ആർ യൂസിംഗ് ദ ഇക്വേഷൻ RC ഈക്വൽ ടു 0.0016t where t is the time period of input signal. ക്ലിയർ? ഇത്രയും ഡിഫറൻഷിയേറ്ററിന്റെ കൺസെപ്റ്റ്സ് ഓക്കെ ആണോ? ഇപ്പോഴും ഗേൾസ് മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. വിഷ്ണു മനസ്സിലായോ? മനസ്സിലായോ വിഷ്ണു? ഇത് ഞാനിങ്ങനെ നിങ്ങളുടെ അടുത്ത് പേരെടുത്ത് ചോദിച്ചാലേ നിങ്ങൾ പറയുള്ളൂ. നിങ്ങൾക്കൊന്ന് ഓക്കെ പറഞ്ഞാൽ എന്താ? അല്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ആ സമയത്ത് തന്നെ ചോദിച്ചു. ആ സമയത്ത് തന്നെ ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും എളുപ്പമായിരിക്കും. ഇനി അത് എങ്ങനെയാ ചോദിക്കാന്ന് വെച്ചിട്ട് മടിച്ചൊന്നും നിൽക്കണ്ട. നമ്മളല്ലേ കേൾക്കുന്നുള്ളൂ, വേറെ ആരും കേൾക്കുന്നില്ലല്ലോ. വിഷ്ണുയോട് മാത്രമല്ല എല്ലാവരോടും കൂടെ പറഞ്ഞതാണ്. ഓക്കെ, okay. So next is response of a high pass RC circuit differentiator to a step input. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു നമ്മുടെ ഡിഫറൻഷിയേറ്റർ സർക്യൂട്ടിൽ നമ്മൾ ഹൈ പാസ് RC സർക്യൂട്ട് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റർ, നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ. എക്സാമിന് ഏത് രീതിയിൽ ചോദിച്ചാലും നിങ്ങൾ ആ കാര്യം സെയിം ആണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഹൈ പാസ് RC സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, ആ കണക്ഷൻ തന്നെയാണ് ഡിഫറൻഷിയേറ്ററിന് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ഹൈ പാസ് ഫിൽറ്ററും ഡിഫറൻഷിയേറ്ററും ഒരുമിച്ചിട്ട് തന്നെ എടുത്തിട്ട് പോകുന്നത്. ഓക്കെ, സോ റെസ്പോൺസ് ഓഫ് ഹൈ പാസ് RC സർക്യൂട്ട് ഓർ വി ക്യാൻ സേ റെസ്പോൺസ് ഓഫ് എ ഡിഫറൻഷിയേറ്റർ ടു എ സ്റ്റെപ്പ് ഇൻപുട്ട്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു നമ്മുടെ ഹൈ പാസ് RC സർക്യൂട്ടിന്റെ അല്ലെങ്കിൽ RC ഡിഫറൻഷിയേറ്ററിന്റെ ഡിഫറെന്റ് ഇൻപുട്ട് സിഗ്നൽസ് കൊടുക്കുമ്പോൾ അതിന്റെ ഔട്ട്പുട്ടിൽ എന്താണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇപ്പൊ സൈനസോഡലിന്റെ റെസ്പോൺസ് നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു സൈനോമേഗ ടി അല്ലെങ്കിൽ ഒരു സൈനസോഡൽ സിഗ്നൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം ഷേപ്പിലുള്ള ഒരു സിഗ്നൽ നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ ഒബ്റ്റെയിൻ ചെയ്യും. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് വിൽ ബി ഡിഫറെന്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇൻപുട്ട് സിഗ്നൽ ഫ്രീക്വൻസി. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ അല്ലാതെ സൈനസോഡൽ സിഗ്നൽ അല്ലാത്ത കുറച്ച് സിഗ്നൽസ് ഇതിന്റെ ഇൻപുട്ടിൽ കൊടുത്താൽ വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്, അതാണ് നെക്സ്റ്റ് കാണാൻ പോകുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഓർക്കണം, ഞാൻ അന്ന് പറഞ്ഞിരുന്നു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഔട്ട്പുട്ട് എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു ഹൈ പാസ് സർക്യൂട്ട് ഓർ ഒരു ഡിഫറൻഷിയേറ്റർ സർക്യൂട്ടിൽ നിങ്ങൾ ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ റെസ്പോൺസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു നോ വാട്ട് ഈസ് എ സ്റ്റെപ്പ് വോൾട്ടേജ്. സോ എ സ്റ്റെപ്പ് വോൾട്ടേജ് നിങ്ങൾ അറിയോ? സ്റ്റെപ്പ് വോൾട്ടേജ് എന്താണെന്ന് അറിയോ? സ്റ്റെപ്പ് വോൾട്ടേജ് എന്താണെന്ന് അറിയോ? അല്ലെങ്കിൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ കേട്ടിട്ടില്ലേ? എന്താ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ കേട്ടിട്ടില്ലേ? ആ, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എങ്ങനെയാന്ന് നിങ്ങൾ ഡിഫൈൻ ചെയ്ത്? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താന്ന് ടൈമും ആംപ്ലിറ്റ്യൂഡും ഞാൻ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും അല്ലെ? ഇതാണ് നിങ്ങൾ പഠിച്ച യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അതായത് ടി ഈക്വൽ ടു 0 ലെസ് ദാൻ 0 0 ആയിരിക്കും, ടി ഈക്വൽ ടു 0 ഓർ ഗ്രേറ്റർ ദാൻ കണ്ടീഷനിൽ 1 ആയിരിക്കും വാല്യൂ. ദിസ് ഈസ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ.
ജനറലി നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ പറയുകയാണെങ്കിൽ ഈ വാല്യൂ എന്തായിരിക്കണം എന്നില്ല, യൂണിറ്റി ആവണമെന്നില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ഇപ്പൊ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ടൈം 0 ഗ്രേറ്റർ ആണെങ്കിൽ എന്തുണ്ടാവും, ഔട്ട്പുട്ട് വാല്യൂ 1 ആയിരിക്കും എന്ന് പഠിച്ചു അല്ലെ. അപ്പോൾ ഇവിടെ നമ്മൾ സിംപ്ലി സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് വാല്യൂ വിൽ നോട്ട് ബി യൂണിറ്റി, അത്രേ ഉള്ളൂ ഡിഫറൻസ്. ദാറ്റ് ഈസ് വി ക്യാൻ ഡിഫൈൻ സ്റ്റെപ്പ് വോൾട്ടേജ് ആസ് v of t is equal to 0 for t less than 0 and v for t greater than or equal to 0. ഓക്കെ, അതായത് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാണ് t equal to 0. സോ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ്സ് ഹിയർ ആംപ്ലിറ്റ്യൂഡ് വിൽ ബി 0. ഞാനിവിടെ ആക്സസ് വരക്കുവാണെങ്കിൽ ഓക്കെ. സോ ദിസ് എന്താണ്, for t less than 0 output voltage will be equal to 0. for t equal to 0 തൊട്ടിട്ട് എന്താവും, ഇവിടെ മുതൽ ആംപ്ലിറ്റ്യൂഡ് ഹൈ ആയിരിക്കും. ഓക്കെ, for t equal to 0 and greater than 0 amplitude will be v. so this is the step voltage. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വോൾട്ടേജ് നമ്മുടെ ആർ സി സർക്യൂട്ടിൽ, ഹൈ പാസ് ആർ സി സർക്യൂട്ട് ഓർ ഡിഫറൻഷിയേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കപ്പാസിറ്റർ, റെസിസ്റ്റർ, ഈ ഒരു അറേഞ്ച്മെന്റിന്റെ ഇൻപുട്ടിലേക്ക് ഞാൻ ഈ ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ കൊടുക്കുവാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, സോ നമുക്ക് നോക്കാം, ഈ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് സംഭവിക്കുക. at t equal to 0, okay, at t equal to 0 step input is applied to the circuit. അതായത് നമുക്ക് t less than 0 എന്തില്ല, ഇൻപുട്ട് ഒന്നും ഇല്ല അല്ലെ, അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ഇനി at t equal to 0 we are applying the step input. Then at t equal to 0 what is the condition, the voltage across a capacitor, the voltage across a capacitor cannot change instantaneously. ഇത് നിങ്ങൾ നെറ്റ്വർക്കിൽ പഠിച്ചിട്ടുണ്ടാവും ഈ ഒരു പോയിന്റ് അല്ലെ, കപ്പാസിറ്റർ ഇൻഡക്ടറിന്റെയും പ്രോപ്പർട്ടി പഠിക്കുമ്പോൾ വോൾട്ടേജ് അക്രോസ് എ കപ്പാസിറ്റർ കനോട്ട് ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ്ലി ഓർ കറണ്ട് അക്രോസ് എൻ ഇൻഡക്ടർ കനോട്ട് ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ്ലി അല്ലെ, ഈ ഒരു കണ്ടീഷൻസ് പഠിച്ചിട്ടുണ്ടാവും. സോ ദ വോൾട്ടേജ് അക്രോസ് എ കപ്പാസിറ്റർ കനോട്ട് ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ്ലി. ഇത് പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ നമ്മുടെ ടി ലെസ് ദാൻ 0 എന്താണ്, ഇൻപുട്ട് 0 ആണ് അല്ലെ, ടി ലെസ് ദാൻ 0 ഇൻപുട്ട് 0 ആണ്. സോ ആസ് ദ ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലെ. ടി ലെസ് ദാൻ 0 നമുക്ക് ഇൻപുട്ട് ഇല്ല, ടി ലെസ് ദാൻ 0 ഇൻപുട്ട് 0 ആണ്. സോ ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. ബട്ട് വെൻ at t ഈക്വൽ ടു 0 ഈ ഒരു കേസിൽ എന്താവും, പെട്ടെന്ന് ഇൻപുട്ട് വോൾട്ടേജ് എന്ത് ചെയ്തു, വി എന്ന് പറയുന്ന ഒരു വോൾട്ടേജിലേക്ക് റൈസ് ചെയ്തു അല്ലെ. ഇവിടെ ഒക്കെ 0 ആയിരുന്നു, വെൻ ടി ഈക്വൽ ടു 0 എന്ത് ചെയ്തു, ഇൻപുട്ട് വോൾട്ടേജ്, ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു സിഗ്നലാണ് കൊടുക്കുന്നത്. അപ്പൊ ടി ഈക്വൽ ടു 0 എന്തായി, ഈ സ്റ്റെപ്പ് വോൾട്ടേജ് അപ്ലൈ ചെയ്തു. ഓക്കെ, വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് എന്ത് ചെയ്തു, പെട്ടെന്ന് ഹൈ വോൾട്ടേജിലേക്ക് പോയി. ബട്ട് ഫോർ കപ്പാസിറ്റർ എന്താണ്, കപ്പാസിറ്റർ വോൾട്ടേജ് cannot change instantaneously. So at t equal to 0 also output voltage will be equal to v. കാരണം എന്താ, ഇവിടെ നമ്മള് ഇൻപുട്ട് വോൾട്ടേജ് എന്താണോ കൊടുത്തത് അത് നിങ്ങൾക്ക് അതേപോലെ ഔട്ട്പുട്ടിൽ കിട്ടും. കാരണം കപ്പാസിറ്റർ വോൾട്ടേജ് എന്ത് ചെയ്യുന്നില്ല, പെട്ടെന്ന് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് റൈസ് ചെയ്യൂല. അപ്പോൾ ഈ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എല്ലാം എവിടെ അവൈലബിൾ ആയിരിക്കും, നിങ്ങൾക്ക് റെസിസ്റ്ററിന്റെ അക്രോസ് അവൈലബിൾ ആയിരിക്കും. സോ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും, ഈ മാക്സിമം വോൾട്ടേജ് കിട്ടും. മനസ്സിലായോ? ടി ഈക്വൽ ടു 0 ഇൻപുട്ട് പെട്ടെന്ന് റൈസ് ചെയ്തു, അതായത് 0 ടു വി എന്ന് പറയുന്ന ഒരു വോൾട്ടേജിലേക്ക് ഇൻപുട്ട് ചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പൊ ഇൻപുട്ട് ചേഞ്ച് ചെയ്ത നോർമലി നമ്മുടെ ഈ ശരിക്കും നമ്മൾ ഇൻപുട്ടിൽ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കേണ്ടത്, ആ വോൾട്ടേജ് ഈ എന്ത് ചെയ്യണം, കപ്പാസിറ്ററിന്റെയും റെസിസ്റ്റൻസിന്റെയും റിയാക്ടൻസിന് കറസ്പോണ്ടിങ് ആയിട്ടല്ലേ, ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ സീരീസ് കണക്ഷൻ ആണ്, ഇതിന്റെ റിയാക്ടൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് കപ്പാസിറ്റർ എടുക്ക ഡ്രോപ്പ് ആവണം, ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് റെസിസ്റ്റന്റ് എടുക്ക ഡ്രോപ്പ് ആവണം. നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ വി സി പ്ലസ് വി ആർ ആയിരിക്കും അല്ലെ. നോർമലി ഇതാണ് സംഭവിക്കേണ്ടത്, ഒരു ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വോൾട്ടേജ് നമ്മുടെ എല്ലാ കമ്പോണൻസിന്റെ ഇടയ്ക്കും എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്തിട്ട് പോകും. ഡിപ്പെൻഡിങ് അപ്പോൺ ദ റെസിസ്റ്റൻസ് ഓർ റിയാക്ടൻസ് എന്താണ് ഡിഫറെന്റ് വാല്യൂസ് ആയിരിക്കും. അപ്പൊ അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, ആ വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് പോകണം. ഓക്കെ, ബട്ട് നമ്മുടെ ഈ ഒരു ടി ഈക്വൽ ടു 0 ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് പെട്ടെന്ന് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ എന്താ ചെയ്യുന്നത്, 0 ടു വി എന്ന് പറഞ്ഞ ഒരു വോൾട്ടേജ് റൈസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ദാറ്റ് വി സി കനോട്ട് ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ്ലി. അപ്പൊ ആ ഒരു പെട്ടെന്നുള്ള ഒരു ടൈമിൽ എന്ത് ചെയ്യില്ല, വി സിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. കപ്പാസിറ്ററിന്റെ കേസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങളൊരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം, അത്
ഇങ്ങനെ ചാർജ് ചെയ്തിട്ട് ഇതുപോലെ പോകണം അല്ലെ, ഒരു ഹൈ വോൾട്ടേജിലേക്ക് എക്സ്പൊണൻഷ്യലി ചാർജ് ചെയ്ത് പോകണം അല്ലെ. സോ കപ്പാസിറ്ററിന്റെ കേസിൽ ഇൻസ്റ്റന്റേനിയസ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ആ ടി ഈക്വൽ ടു സീറോയില് ഈ കംപ്ലീറ്റ് വോൾട്ടേജും എവിടെ അവൈലബിൾ ആയിരിക്കും, റെസിസ്റ്റന്റ് അക്രോസ് അവൈലബിൾ ആയിരിക്കും. സോ വി ക്യാൻ സേ അറ്റ് ടി ഈക്വൽ ടു സീറോ വി ഔട്ട് വിൽ ബി ഈക്വൽ ടു വി. ഓക്കെ, ആൻഡ് as the time increases means when t is equal to we can say 0 plus, അതായത് ജസ്റ്റ് ഒന്ന് ആ ഇൻസ്റ്റന്റ് ഒന്ന് കഴിയുന്ന സമയത്ത് എന്താവും, കപ്പാസിറ്റർ സ്റ്റാർട്ട്സ് ചാർജിങ് എക്സ്പൊണൻഷ്യലി. ഓക്കെ, സോ ചാർജ് ചെയ്യാൻ തുടങ്ങും എക്സ്പൊണൻഷ്യലി. കപ്പാസിറ്റർ സ്റ്റാർട്ട്സ് ചാർജിങ്. കപ്പാസിറ്ററിന്റെ ചാർജിങ് നിങ്ങൾക്ക് അറിയാം, കപ്പാസിറ്ററിന്റെ ചാർജിങ് വരുന്നത് എക്സ്പൊണൻഷ്യൽ കേവ് ആണ്. ഇതേപോലെ ഒരു കേവ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത്. ഐ ക്യാൻ സേ അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈം കോൺസ്റ്റന്റ് ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കും. ഓക്കെ, സോ എക്സ്പൊണൻഷ്യൽ കേവ് ആയിരിക്കും എന്താ കപ്പാസിറ്ററിന്റെ ചാർജിങ് വരുന്നത്. ഓക്കെ, അപ്പൊ ടൈം ഇൻക്രീസ് ചെയ്തതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, കപ്പാസിറ്റർ സ്റ്റാർട്ട്സ് ചാർജിങ്. ഈ കപ്പാസിറ്റർ ചാർജിങ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ആ വി സി വാല്യൂ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതായത് നമ്മൾ ഈ പറഞ്ഞ കപ്പാസിറ്റർ വോൾട്ടേജ് ടി ഈക്വൽ ടു സീറോ പ്ലസിൽ എന്ത് ചെയ്യും, കപ്പാസിറ്റർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും എക്സ്പൊണൻഷ്യലി ഇൻക്രീസ് ചെയ്യും വിത്ത് എ ടൈം കോൺസ്റ്റന്റ് ആർ സി. അതായത് ആ നമ്മുടെ ഈ ആറിന്റെയും സിന്റെയും വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും. വിത്ത് എ ടൈം കോൺസ്റ്റന്റ് ആർ സി വി സി എക്സ്പൊണൻഷ്യലി ഇൻക്രീസ് ചെയ്യും. വി സി ഇൻക്രീസ് ചെയ്യുമ്പോൾ വി ഔട്ട് എന്താവും, വി ഔട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്, നമ്മുടെ വി ആർ ആണ് അല്ലെ, അതായത് ഈ റെസിസ്റ്ററിന്റെ അക്രോസുള്ള വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, വി ഔട്ട് ഈക്വൽ ടു വി ആർ ആണ് അല്ലെ, വി ഔട്ട് ഈക്വൽ ടു വി ആർ ആണ്. സോ വി ക്യാൻ സേ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിക്രീസസ് എക്സ്പൊണൻഷ്യലി. സോ ഇൻപുട്ടിൽ ഈ ഒരു 0 to v റൈസ് ഉണ്ടാവുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടി ഈക്വൽ ടു സീറോയില് ദർ വിൽ നോട്ട് ബി എനി ചേഞ്ച്, ബട്ട് ടൈം ഇൻക്രീസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ദാറ്റ് ഈസ് ടി ഈക്വൽ ടു 0 പ്ലസില് എന്താവും, കപ്പാസിറ്റർ സ്റ്റാർട്ട്സ് ചാർജിങ് എക്സ്പൊണൻഷ്യലി വിത്ത് എ ടൈം കോൺസ്റ്റന്റ് ആർ സി. ഓക്കെ, ആസ് എ റിസൾട്ട് ദ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ഇൻക്രീസസ്, ദാറ്റ് ഈസ് ടുവേർഡ്സ് വി. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് വോൾട്ടേജ് ഇപ്പം ഉള്ള വി ഉണ്ട് അല്ലെ, ഈ വി കോൺസ്റ്റന്റ് ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇപ്പൊ വി എന്ന് പറഞ്ഞ ഈ വോൾട്ടേജിലേക്ക് കപ്പാസിറ്റർ എന്ത് ചെയ്യും, ചാർജ് ചെയ്യും. ഓക്കെ, ഓർ വി ക്യാൻ സേ ചാർജ് സ്റ്റോർ ചെയ്യും. കപ്പാസിറ്റർ ചാർജ് സ്റ്റോറേജ് ഡിവൈസ് ആണ്. സോ കപ്പാസിറ്റർ ചാർജസ് ടുവേർഡ്സ് ദ വോൾട്ടേജ് വി ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിക്രീസസ്. സോ ഇതൊരു എക്സ്പൊണൻഷ്യൽ ഇൻക്രീസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. സോ കറസ്പോണ്ടിങ് ആയിട്ട് ദർ വിൽ ബി എൻ എക്സ്പൊണൻഷ്യൽ ഡിക്രീസ് ഇൻ ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, so output voltage across the capacitor tends towards V and V out decreases to 0. So complete എത്ര വോൾട്ടേജിലേക്ക് ചാർജ് ചെയ്യുന്നു അതിന് കറസ്പോണ്ടിങ് ആയിട്ട് there will be an exponential decrease in the output voltage. Okay, so these are the waveforms. ഇത് our input signal, that is ഇവിടെ സീറോയില് V ആണ് വോൾട്ടേജ്, പിന്നെ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പോകും. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇനീഷ്യലി ഇവിടെ എന്താണ്, ടി ഈക്വൽ ടു സീറോ, since capacitor voltage cannot change instantaneously, output voltage will be equal to V. And when t equal to 0 plus, time increase എന്നതിന് corresponding ആയിട്ട് എന്ത് ചെയ്യും, capacitor charges towards V and exponential charging ആയിരിക്കും. So capacitor voltage increase ചെയ്യും. ഓക്കെ, നമ്മളിവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റൻസ് ആണ്. സോ കപ്പാസിറ്ററിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് റൈസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് റെസിസ്റ്റന്റ് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ത് ചെയ്യും, ഫോൾ ചെയ്യും. ദാറ്റ് ഈസ് എക്സ്പൊണൻഷ്യൽ ഫോൾ. സോ എക്സ്പൊണൻഷ്യലി ഇതുപോലെ ഫോൾ ചെയ്യുന്ന ഒരു കേവ് ആണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? ഇവിടെ നിങ്ങൾ ഒരു പോയിന്റും കൂടി ഓർത്തോ, നമ്മൾ സിംപ്ലി മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ ഇവിടെ ഇൻപുട്ട് എന്താന്ന്, ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെ. വി എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ് ഇൻപുട്ട്. ഇൻപുട്ട് ഒരു കോൺസ്റ്റന്റ് അല്ലേ. ഇപ്പൊ ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടണം, ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ആക്ച്വലി എന്താണ്, സീറോയിലേക്ക് പോകുന്നുണ്ട്, ബട്ട് അതിന് കുറച്ച് ടൈം എടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. പ്രാക്ടിക്കലി ഒരു സർക്യൂട്ട് ആയതുകൊണ്ട് നമ്മൾ മാത്തമാറ്റിക്കലി പറയാൻ എന്താണ്, കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണ് കിട്ടേണ്ടത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഔട്ട്പുട്ട് 0 ആണ്. ഓക്കെ, ബട്ട് ഈ ഒരു ടൈം, അതായത് ആ കപ്പാസിറ്ററിന്റെ ചാർജിങ് ടൈം അല്ലെ, ചാർജിങ് ടൈം ആണ് നമുക്ക് ഇവിടെ എന്ത് വരുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇവിടെ എക്സ്പൊണൻഷ്യലി ഔട്ട്പുട്ട് ഡീകേ ചെയ്യുന്നത്. സോ ആ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈം, ദാറ്റ് ഈസ് ദ ടൈം കോൺസ്റ്റന്റ്. നമ്മുടെ അതാ നേരത്തെ നമ്മൾ പറയുന്നത്, ഈ ആർ സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏത്, ഈ പറയുന്ന ചേഞ്ച്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു പെർഫെക്റ്റ് ഡിഫറൻസിയേഷന് ആർ സി ഷുഡ് ബി വെരി വെരി ലെസ് അല്ലെ, ലോ വാല്യൂ ആയിരിക്കണം. ആർ സി വെരി വെരി ലെസ് ആണെങ്കിൽ
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്ചാർജിങ് കുറേയും കൂടെ ഫാസ്റ്റ് ആവും. അപ്പൊ എത്ര പെട്ടെന്ന് നമുക്ക് സീറോയിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നോ അത്രയും നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും, നിയർ ടു ഐഡിയൽ വാല്യൂ ആയിരിക്കും. മനസ്സിലായോ പറഞ്ഞത്? കോൺസ്റ്റന്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് സീറോ കിട്ടണല്ലോ, പക്ഷെ ഇവിടെ ഇത്രയും ടൈം എടുത്തിട്ടാണ് സീറോ ആവുന്നത്. ഓക്കെ, സീറോ ആവും എന്തായാലും, കാരണം ഇത് ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ സീറോ ആവുന്നുണ്ട്, ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം ബിക്കോസ് ഓഫ് ദിസ് ആർ സി വാല്യൂ. സോറി, സോ ദിസ് ആർ സി വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, ഇത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് ഡികേ ചെയ്ത് പോകും. ഓക്കെ, സോ ദിസ് ഈസ് ദ റെസ്പോൺസ്. നമുക്ക് ഇതിന്റെ എക്സ്പ്രഷനും കൂടെ ഒന്ന് നോക്കാം. ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് ഫോൾ ചെയ്യുന്നത് എക്സ്പൊണൻഷ്യലി ആണെന്ന് പറഞ്ഞു. സോ അതിന്റെ എക്സ്പ്രഷനും കൂടെ ഒന്ന് നോക്കാം. സോ ഫോർ ദാറ്റ്, ഫ്രം ദിസ് സർക്യൂട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ അല്ലെ. അതായത് റെസിസ്റ്റന്റ് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. ദാറ്റ് ഈസ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ആണെങ്കിൽ റെസിസ്റ്റന്റ് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഐ ഇൻറ്റു ആർ. നൗ at any instant we can say input voltage, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇൻപുട്ട് വോൾട്ടേജ് is equal to voltage drop across resistor plus voltage drop across capacitor. Okay, so voltage drop across resistance is given by I into R and voltage drop across capacitor is given as 1 by C into integral I dt. ഈ ഒരു എക്സ്പ്രഷനും നിങ്ങൾ നെറ്റ്വർക്കിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ 1 by C into integral I dt. ഓക്കെ, നമുക്ക് ഇത് ഇന്റഗ്രേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് സോൾവ് ചെയ്യാൻ എളുപ്പത്തിന് വി ക്യാൻ ടേക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഒക്കെ ഓർക്കുന്നുണ്ടോ? Okay, taking Laplace transform, we can write Vi of S, that is input in the Laplace transform, Vi of S equal to I into R. For that, I of S into R. Okay, plus integral വരുമ്പോൾ എന്തായിരുന്നു ചെയ്തത്? ഇന്റഗ്രൽ വരുമ്പോൾ I of S divided by S ആയിരുന്നു അല്ലെ, ഇൻറ്റു 1 by C ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ നെറ്റ്വർക്കിൽ ഇതേപോലുള്ള ഇക്വേഷൻസ് ചെയ്ത് പഠിച്ചതായിരിക്കൂലേ, കൂടുതൽ പറയണ്ടല്ലോ. Vi of S is equal to I of S into R, then 1 by C into integral I of dt ന്റെ ലാപ്ലേസ് എടുക്കുമ്പോൾ I of S divided by S. ഓക്കെ, മറന്നു പോയിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്ക് ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ. ഈക്വൽ ടു ഇവിടെ എന്താ, I of S ന് കോമൺ ആയിട്ട് ഞാൻ പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് 1 R plus 1 by CS. Okay, so this is Vi of S, and from this equation I can write I of S is equal to Vi of S divided by R plus 1 by CS. Okay, and now output, that is V out of T, it is I of T into R അല്ലെ, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇവിടെ ഞാൻ ലാപ്ലേസ് എടുക്കുവാണെങ്കിൽ വാട്ട് വിൽ ബി ദ എക്സ്പ്രഷൻ, വി ഔട്ട് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഐ ഓഫ് എസ്. ഇത് ലാപ്ലേസ് എടുക്കുന്ന നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇക്വേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ടൈം ഡൊമൈനിൽ ചെയ്താൽ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. അതുകൊണ്ടാണ് ഫ്രീക്വൻസി ഡൊമൈൻ ലാപ്ലേസിലേക്ക് പോകുന്നത്, എസ് ഡൊമൈനിലേക്ക് പോകുന്നത്. ഓക്കെ, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഐ ഓഫ് എസ്, ദാറ്റ് ഈസ് ആർ ഇൻറ്റു വി ഐ ഓഫ് എസ് ഡിവൈഡഡ് ബൈ ആർ പ്ലസ് 1 by CS. ഓക്കെ, ഫ്രം ദിസ് ഞാൻ ആറ് ക്യാൻസൽ ചെയ്യാണ്. ആറ് ക്യാൻസൽ ചെയ്ത് എന്ത് കിട്ടും, വി ഐ ഓഫ് എസ് ഡിവൈഡഡ് ബൈ, ഇവിടെ ആറ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1 plus 1 by RCS. Okay, so now ഇതിന് ബാക്കി ഇവിടെ എഴുതുന്നുണ്ട്. So V out of S equal to VI of S divided by 1 plus 1 by RCS അല്ലേ. ഇനി ഇതിന് എനിക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ VI of S, ഇനി നമ്മൾ നോക്കുക, ഇത് ഇതിന്റെ ജനറലി നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിന്റെ എക്സ്പ്രഷൻ ആണ്. ഇനി ഈ കേസിൽ അവർ ഇൻപുട്ട്, ഓക്കെ, നമ്മുടെ ഇൻപുട്ട് എന്താ, ഇൻപുട്ട് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ് അല്ലെ. വി ആർ അപ്ലൈയിങ് സ്റ്റെപ്പ് വോൾട്ടേജ്. സോ ഇൻപുട്ടിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം, സ്റ്റെപ്പിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിച്ചത് ഓർക്കുന്നുണ്ടോ?
ഇൻപുട്ട് സ്റ്റെപ്പാണ്. യൂണിറ്റ് സ്റ്റെപ്പിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നിങ്ങൾ എന്താ പഠിച്ചത്? ഓർമ്മയുണ്ടോ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യു ഓഫ് ടിന്റെ ലാപ്ലേസ് ഓർക്കുന്നുണ്ടോ? 1/s ആണ് അല്ലെ. അപ്പൊ യു ഓഫ് ടിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s ആണ് പഠിച്ചത്. അപ്പൊ നമുക്ക് ഇവിടെ ജനറലി സ്റ്റെപ്പ് വോൾട്ടേജിന്റെ എന്ത് പറയുന്നത് വെച്ചാൽ അവിടെ മാഗ്നിറ്റ്യൂഡ് 1 ആയതുകൊണ്ടാണ് 1/s ആയത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ സ്റ്റെപ്പ് വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? വി ആണ്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇസ് v/s. ഓക്കെ, ഒന്ന് ഓർക്കുക. നമ്മുടെ ഇൻപുട്ട് ഇപ്പൊ നമ്മൾ ഇത് ജനറലി ഈ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ടിന്റെ എക്സ്പ്രഷൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇൻപുട്ട് എന്താന്ന് പറഞ്ഞാല് ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താന്ന് പറയാൻ പറ്റും. സോ അവർ ഇൻപുട്ട് ഈസ് സ്റ്റെപ്പ് വോൾട്ടേജ്. ഓക്കെ, സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് vi of s is equal to എന്താ? v/s. അത് നിങ്ങൾ യൂണിറ്റ് സ്റ്റെപ്പിന്റെ 1/s പഠിച്ചിട്ടില്ലേ? അതേപോലെ തന്നെയാണ് അവിടെ മാഗ്നിറ്റ്യൂഡ് യൂണിറ്റ് ചെയ്യാണ്ടാണ് 1/s വരുന്നത്. ഓക്കെ, ഹിയർ ഇറ്റ് വിൽ ബി v/s. ഓക്കെ, സോ ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നമ്മുടെ വി ഔട്ട് ഓഫ് എസ് എന്നുള്ള എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഫോർ vi of s എന്ന് പറഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു v/s ഡിവൈഡഡ് ബൈ 1 + 1/RCS. ഓക്കെ, ഞാൻ എസിനെ ക്യാൻസൽ ചെയ്താൽ അല്ലെ, എസിനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ദിസ് ഈസ് ഓക്കെ, സോ എസ് ഞാൻ ക്യാൻസൽ ചെയ്യാണ്. സോ v/ എന്താ വരിക? എസ് ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് 1 + 1/RC വരും. ദിസ് ഈസ് വി ഔട്ട് ഓഫ് എസ്. ഇനി ഇതിന്റെ വി ഔട്ട് ഓഫ് ടി കിട്ടണമെങ്കിൽ നമ്മളിപ്പോൾ ടൈം ഫ്രീക്വൻസി ഡൊമൈനിൽ അല്ലെങ്കിൽ ലാപ്ലേസ് ഡൊമൈനിൽ എസിലാണ് വി ഔട്ടിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചിട്ടുള്ളത് v/1 + 1/RC. ഓക്കെ, ദെൻ വി ഔട്ട് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇറ്റ് ഈസ് v into e raised to -t/RC അല്ലേ? 1/1 + സോറി എസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ഇവിടെ. ഓക്കെ, ഈ എസിനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നതാണ്. സോറി, ഞാൻ എഴുതുന്നത് മാറിപ്പോയി. എസിനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നാൽ എന്താവും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എസ് ആവും പ്ലസ് 1/RC വരും. ഓക്കെ, അപ്പൊ v/1 + s + 1/RC. നിങ്ങൾ 1/s + a അല്ലെ? 1/s + ആൻഡ് ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ പഠിച്ചത്? e raised to -t/a അല്ലെ? ഇപ്പൊ e raised to -at ആണ് പഠിച്ചിട്ടുള്ളത്. സോറി, e raised to -at അല്ലെ? അപ്പൊ അത് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് v into e raised to -t/RC. ഓക്കെ, 1/s + ന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ? e raised to -at ആണ് അല്ലെ? സോ ഹിയർ a is equal to 1/RC. So our inverse Laplace transform will be this v into e raised to -t/RC. Okay, so this is our expression for output. നിങ്ങൾ ഒരു സ്റ്റെപ്പ് വോൾട്ടേജ് ആണ് കൊടുത്തതെങ്കിൽ our output voltage will be v into e raised to -t/RC. അപ്പൊ ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് ഫംഗ്ഷൻ ആണ് അല്ലെ, e raised to -t/RC. സോ വിത്ത് റെസ്പെക്ട് ടു ദിസ് ടൈം കോൺസ്റ്റന്റ് എന്ത് ചെയ്യും? അത് ഡിക്രീസ് ചെയ്തിട്ട് വരുന്നത്. ഓക്കെ, അതായത് t ഈക്വൽ ടു 0 എന്താ വരിക? e raised to 0 1 ആണല്ലേ. അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? v ആയിരിക്കും. ഇനി ടി ഇൻക്രീസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പൊ e raised to t ഇൻഫിനിറ്റിയിലോട്ട് പോവാണെങ്കിൽ എന്താവും? e raised to -∞ 0 ആവും. അപ്പൊ എന്താ? ടി ഇൻക്രീസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് അത് ഡിക്രീസ് ചെയ്തിട്ട് 0ലേക്ക് പോകും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇതുപോലെ ഒരു കേർവ് കിട്ടുന്നത്. ഇനീഷ്യലി എന്തായിരിക്കും? v ആയിരിക്കും. പിന്നെ എന്ത് ചെയ്യും? ഫൈനലി 0ലേക്ക് പോകുന്ന ഒരു കേർവ് ഒബ്റ്റെയിൻ ചെയ്യും. ദാറ്റ് ഈസ് v ഔട്ട് ഓഫ് t is equal to v into e raised to -t/RC. വേറെ RC is the time constant. നമുക്ക് ഈ എക്സ്പ്രഷനെ വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം. RC ടൈം കോൺസ്റ്റന്റ് ആണ്, അതിനെ ടോ എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. സോ ഇറ്റ് ഈസ് e raised to -t/τ. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങള്? ടൈം ആയപ്പോ കുറച്ച് സ്പീഡായിട്ടുണ്ട്. ലാപ്ലേസിന്റെ സെക്ഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഏതെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാട്ടോ. ക്ലിയർ ആണോ?
ഓക്കെ, ഒന്നുകൂടെ നോക്ക് എഴുതിയ ഇക്വേഷൻസ്. ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത ക്ലാസ് ഇന്ന് 4th അവർ ഉണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. ഓക്കെ, ഐ എം സ്റ്റോപ്പിംഗ് ഹിയർ. അറ്റൻഡൻസ് അക്ഷയ്, Present, Miss. അഞ്ജന, Present, Miss. അനുശ്രീ, Present, Miss. അഷ്ന, Present, Miss. അശ്വിൻ,